ഇത് സിറ്റിക്കകത്തുള്ളൊരു സ്പോട്ടാണെന്ന് ചിലപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് കാണിച്ചു തന്ന വീട് ഇവിടെ പുലിയുണ്ട്. എന്നിട്ട് പോകുന്ന വഴിയാണ്. ഇത് കുറച്ചുകൂടെ സൂപ്പറാണ് കാണാൻ. അതിനുള്ളിൽ മേളിൽ സൈക്കിൾ എടുക്കേണ്ട തിരിച്ച് ഇറക്കി വന്നിട്ടുണ്ട്. എപ്പോഴും ആരാ ട്രെക്ക് മേ ഓക്കെ, നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. അടുത്ത ട്രക്ക് ഇത് നമ്മളുടെ സെക്കൻഡ് പാർട്ട് ട്രക്കാണ്. അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ നല്ല സമ്മർ ടൈമിൽ വന്നതാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് വർഷം കാണിക്കുകയാണ്. മൺസൂൺ ടൈമിലുള്ള വർഷം കാണിക്കുകയാണ്. സ്ഥലം കാണാം. പിന്നെയും വോൾട്ടേജിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. ഈ സാധനം പിടിച്ചോണ്ട് പോകുന്ന കുറച്ച് റിസ്ക് ആട്ടോ, ഒത്തിരി വോൾട്ടേജ് ഉള്ള സ്ഥലത്തൂടെ. വെസ്റ്റ് സ്ഥലം പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ഇതെല്ലാം വെള്ളമാണ്. വെള്ളമായല്ലേ, അതൊക്കെ പിന്നെ വെള്ളമായിരിക്കും. എൻ്റെ പൊന്നോ, നമ്മൾ വന്നപ്പോൾ ഫുള്ള് ലൈറ്റായിട്ട് കിടന്ന സ്ഥലമാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല കേട്ടോ, ഇരുട്ടായി. ഇല്ല, ഒന്നും കൊണ്ടുവന്നില്ല, സ്നാക്സ് ഒന്നും ഞാനൊന്നും എടുത്തില്ല, പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. അതുകൊണ്ട് ഐസ് അകത്ത് ഫുള്ളിരുട്ട, ഒന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റ് സമ്മറിലെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് ഇവിടെ എവിടെയായിട്ട്. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് കാടുവിനകത്ത് വന്നതുപോലെ ആയി. 5 മണി ടൈമാണിത്. ഫുള്ള് ഇലയെല്ലാം കിളിച്ച്, അതുകൊണ്ട് ലൈറ്റൊന്നും വരുന്നില്ല. രാവിലെ ആണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരുന്നല്ലേ. രാവിലെ ശേഷം നല്ല മഴ. വെള്ളമെല്ലാം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ ആരോട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഇല്ല കൊടുക്കാനായിട്ട്. എന്തെങ്കിലും കൊടുക്കാതെ ഗൈഡായിട്ട് വരിക. ഇതാകെ 700 മീറ്റർ കണ്ടേ ഉള്ളൂ. ഇത് നമ്മൾ നടക്കുന്ന വഴി ജസ്റ്റ് 700 മീറ്ററേ ഉള്ളൂ. നമ്മളില്ലേ ഇരുട്ടുന്നതിന് മുമ്പ് വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഇവിടെ ലൈറ്റൊന്നും വർക്കിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. 4 മണിക്ക് തുടങ്ങുമെന്നാണ് തോന്നുന്നു. ചിലപ്പം ഓടുവാണോ? ഈ സീറ്റൊക്കെ ഉണ്ടോ ഇരിക്കാനാണോ? ഇപ്പോൾ കുറച്ച് ലൈറ്റുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ലൈറ്റ് വന്നത്. മഴ തുടങ്ങി, ലൈറ്റ് വന്നു, മഴ തുടങ്ങി. ഫോൺ ബാഗിനകത്ത് വെക്കണം. ഇത്രയും പിടിച്ച് മഴ തുടങ്ങി.
ഭയങ്കര മഴയാണ്. വെള്ളം വന്നു, വറ്റി കിടന്ന സ്ഥലമാണ്, വെള്ളമായി. കുടയെടുത്ത് കാര്യമായി കേട്ടോ, അത് ഫുള്ള് നനഞ്ഞു വേണം. ഈ സൈഡിലൂടെ കാണിക്കാം. ഈ സൈഡിൽ ഫുള്ള് വെള്ളമുണ്ടല്ലേ. ഓ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അത് കാലിയായിട്ട് കിടന്നു. ഇനി അതിനകത്ത് വെള്ളം ഫില്ലാവുന്നുണ്ടോ നമുക്കിപ്പോൾ അറിയാം. ആ ഇറങ്ങി വറ്റി അല്ല, താഴെ ഇതല്ലേ കോൺക്രീറ്റ് അല്ലേ, സോ ഇറങ്ങി പോത്തില്ലായിരിക്കും ചിലപ്പം. ആ വെള്ളം ഫുള്ള് അപ്പൂസ് കേട്ടാ. ഇനി ഇതിനകത്ത് വീണാൽ മുങ്ങിപ്പോകും കേട്ടോ. മുങ്ങത്തില്ല, എന്നാലും പൊതഞ്ഞു പോകും ചിലപ്പം. കയറാൻ പറ്റില്ല, ഈ മരം ഒടിഞ്ഞു കിടക്കണോ. ഈ കയറാൻ നല്ലോണം ബുദ്ധിമുട്ട്. നല്ല വലിയ വെള്ളമുണ്ടല്ലേ. ഞാനന്ന് നടന്ന് ആ സൈഡ് വരെ പോയി. ആ എല്ലാം വെള്ളം. പക്ഷെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതുപോലെ അത്ര നല്ലോണം കിട്ടൂല. അന്ന് കാണിച്ച് ഇപ്പൊ കറക്റ്റ് പ്രേതാലയം ലുക്കായി കേട്ടോ ആ വീടിന്. അന്ന് ഉണങ്ങി കിടന്നുകൊണ്ട് കാണാനില്ലായിരുന്നു. തെന്നിപ്പോയനെ. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. നമ്മുടെ സ്ഥിരം റൂട്ട് ഈ മെയിൻ വഴി തന്നെ ഒരു മിഡ് പോർഷനിലാവുമ്പോഴത്തേക്ക് അകത്തോട്ടൊരു എൻട്രി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇപ്പം അറിയാം. വരും പതുക്കെ വരും. അവനും മണം പിടിച്ചെങ്കിൽ വരാമല്ലോ. അപ്പൂൻ്റെ മണം കിട്ടിയിട്ടുണ്ടല്ലോ, അവനെവിടെ പോയാലും കണ്ടുപിടിച്ച് വരും. ഇച്ചിരി നേരം വിട്ടു പോയാലും സീനില്ല. ആ സൈഡിലും കാട്, ഈ സൈഡിലും കാട്. ഇത് സിറ്റിക്ക് അകത്തുള്ളൊരു സ്പോട്ടാണെന്ന് ചിലപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. തൊട്ടപ്പുറത്ത് ഫുള്ള് സിറ്റിയാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു സൗണ്ട് പോലും ഇല്ലെന്നുള്ളതല്ലേ. വണ്ടിയുടെ ഒന്നിൻ്റെയും സൗണ്ടില്ല. ഓ, അവിടെ വെള്ളച്ചാട്ടം ഫില്ലായി കാണും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റാണ് അറിഞ്ഞത് പാമ്പുണ്ടെന്ന് ഇവിടെ. ഇറങ്ങി കഴിഞ്ഞാൽ മുള്ള തൊപ്പി പറഞ്ഞോട് എടുക്കണ്ടായിരുന്നു. ചേട്ടന് തൊപ്പി തരായിരുന്നു. തൊപ്പി അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. ഇതൊന്നും കാണാൻ പോലും ഇല്ല. മേളോട്ട് കയറാൻ പാടായിരിക്കും നമുക്കിപ്പം. മേളിൽ കയറണ്ട. ഏതാ? ആ, നമ്മളുടെ ഡ്രോൺ ഷോട്ട്. ആക്ച്വലി നമ്മൾ ഇപ്പം മേളിൽ കയറണ്ട, കാരണം ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ഇനി ഒരു ദിവസം വരാം, അപ്പം നമുക്ക് മേളിലൊക്കെ കയറാം. പകൽ വരുന്നതായിരിക്കും നല്ലത്. അത് രാവിലെ വരുന്നിട്ടേ മുകളിൽ കയറാം. ഇപ്പോൾ ഒന്നാമത് മഴയും കിടക്കുക, ലേറ്റ് പോയി. ഇപ്പം തന്നെ ഇത്ര ഇരുട്ടി. നമുക്ക് അങ്ങ് ആ ബേഡ്സിൻ്റെ സ്പോട്ട് വരെ പോയിട്ട് വരാം. ആ, ഓ, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ടൊക്കെ നടന്നത്. സ്ഥലം അറിയാൻ പോലും ഇല്ല, ഫുള്ളിതായിട്ട്. നമുക്ക് പുലിയുടെ സ്ഥലത്ത് സ്പോട്ടിൽ പോകണം. തിരിച്ച് പോകുമ്പോൾ അങ്ങോട്ട് നടക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുകളിലൊക്കെ പോയായിരുന്നു. ഇപ്പം മഴ ആയതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ടും പോകുന്നില്ല. ഇനി ഒന്നുകൂടെ വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇവിടെ വെള്ളം വന്നു. നമ്മൾ ഈ വഴിയാണ് മുകളിലോട്ട് പോയത് കഴിഞ്ഞ പ്രാവശ്യം. അന്ന് ഇവിടെ എല്ലാം ഡ്രൈ ആയിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം വന്നു.
നല്ല വെള്ളമുണ്ട് കേട്ടോ. അവിടെ നോക്കുക ഫുള്ള് കോടയാപ്പ്. അവനിങ്ങ് വന്ന് കൂടെ നമ്മുടെ ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഡീക്യാത്ലോൺ ഷൂസാണ്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഷൂസ്, ചേട്ടൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. സാധാരണ ഞങ്ങൾ നോർമൽ ഷൂസ് ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഫുള്ള് വെള്ളം കയറി അകത്തെല്ലാം സീനായി കാലെല്ലാം ഒരു പരിവാവും. ഇതെന്തായാലും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫുള്ള് മഴ നനഞ്ഞ് ഫുള്ള് വെള്ളം കയറും. പക്ഷേ എന്തായാലും ജസ്റ്റ് കാലൊക്കെ പടിലോ അവിടെ ഇവിടെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇനി നിൽക്കണ്ട, മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. നിൽക്കുമ്പോഴാണ് കൊതു വരുന്നത്. അവിടോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കോട കാണാനൊക്കും കേട്ടോ. നമ്മളിപ്പം അതുവഴിയാണ് വന്നത്. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം ഡ്രൈ ആയിരുന്നു. ഇനിയിപ്പം കയറി ഇവിടെ വരെ ഉള്ളൂ. ഇത് ബേർഡ്സിൻ്റെ മെയിൻ ഒരു ഫോട്ടോഷൂട്ട് ഏരിയ ആണ്. കുറേ പേര് വരും ബേർഡ്സിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ. ആ സൈഡ് നോക്കേ, അവിടെ നമുക്ക് ഫുള്ള് പോകും. ഇതിനകത്ത് മീനോ? ഈ മീനല്ല, ക്രാബാ. എന്തോ അത്? ഓ, വെള്ളം പിടിച്ച് ഇരിക്കുന്നേ. ആ എൻഡിൽ വരെ പോയിട്ട് വരാം. ആക്ച്വലി വഴി ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ മുമ്പ് രാവിലെ വരണം. ആ, കാരണം ഇവിടെ പാമ്പൊക്കെ ഉണ്ട്. നമുക്കൊരു ടെൻറ്റ് മേടിക്കണം അപ്പച്ചേട്ടാ. ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്യണം. പക്ഷെ കൊതുകടിയുള്ള ഫുള്ള് സീൻ മേടിക്കേണ്ടി വരും. വഴി ഓൾമോസ്റ്റ് എൻ്റെ അവറായി. ഈ വഴിയും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നടന്നു വന്നില്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ നടന്ന് തിരിച്ചങ്ങ് മേളിൽ ചെന്നാൽ മെയിൻ റോഡ് എൻഡ് ചെയ്യുന്ന പോയിന്റിലെത്തും. പക്ഷേ ഇത് കുറച്ച് നല്ല വഴിയല്ല അങ്ങോട്ട് പോകാനായിട്ട്. ഇതിനിടയ്ക്ക് കൂടെ കയറി ഉടനെ ഇരുട്ടും. അതുകൊണ്ട് നമ്മൾ അത്ര പോകുന്നില്ല. കാരണം ഒത്തിരി ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇറങ്ങാൻ പാടാം.
നല്ല തെറ്റില്ലേ? ആ നല്ല തെറ്റുന്നുണ്ട്. ഫുൾ കൊതുക് കഴിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എൻ്റെ പൊന്നോ, കാണാൻ പറ്റില്ല. ഫുള്ള് പക്കിയും പാറ്റയും എല്ലാം കയറി ഇരിക്കുന്നു ഇതിനകത്ത്. വാങ്ങി നമുക്ക് പോവാം. ഒത്തിരി നേരം ആക്കണ്ട, നമുക്ക് മെയിൻ വഴി തന്നെ പോവാം. നമ്മളുടെ മെയിൻ ഉദ്ദേശം നടന്നല്ലോ. പോയിട്ടുണ്ടോ? കേട്ടോ, ഉദ്ദേശിക്കുന്ന പോലല്ല. നല്ല ഷൂ ആണേലും തെറ്റിൻ്റെ അടുത്തൊക്കെ തെറ്റ്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോൾ കണ്ട ഒരു ഇതില്ലേ, 11 kV ലൈൻ, അത്രയും ദൂരമുണ്ട്. അതിന് കാണുന്നതെന്തോ മഴ ഒതുങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം ഭയങ്കര പൊളിയായിരിക്കും. ഷോപ്പിൽ പോന്നോ? അവിടെ പോയിട്ട് വരാം. അയ്യോ കാടാടി. ആ ഇവിടെ വഴിയുണ്ട് കേട്ടോ. അതിനെ മുള്ള അവിടേക്ക്, അല്ലെങ്കിൽ അതുവഴി പോകായിരുന്നു. ഉള്ളുകൊണ്ടോ? ഓടി കാര്യം ഇവിടെ ചടിങ്ങി പോരെ. ഈശ്വര ഒടുക്കത്തെ കൊതുവാ അവിടെ. മരമൊക്കെ ഒടിഞ്ഞ് വേണ്ടുണ്ട്. കൊതു എല്ലായിടവും കടിച്ച് ഗൈസ്, കയ്യെ മൊത്തം കടിച്ച് പരിവാക്കി. അയ്യോ, സംഭവം വളരെ പെട്ടെന്ന് തീർന്നു. നമ്മൾ തിരിച്ചു വന്നു. കൊതുകുകൾ കാരണം നമ്മൾ ചൂട് വന്നിട്ടും മഴ വന്നിട്ടും ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. കൊതുക് കാരണം നമ്മൾ ഓടി തിരിച്ചു വന്നു. പാമ്പിനെ പോലും നമ്മൾ പിടിച്ചിട്ടില്ല, പക്ഷേ കൊതു വലിയ ശല്യമായിപ്പോയി. എന്താ ഉണ്ടാക്കിയതാ? അവർക്കറിയാം എന്താ ഉണ്ടാക്കിയതാണ്.
വല്ലാത്തൊരു ഇതായിപ്പോയി. കുറച്ച് നേരമാണ് നമ്മളവിടെ 2-3 സ്പോട്ടിൽ നിന്നില്ലേ, അപ്പോഴത് നമ്മുടെ കൂടുതൽ ആക്രമിച്ചത്. ചെവിയൊക്കെ കടിച്ചിട്ട് ചുമന്ന്, ചെവിയല്ല ഇല്ലേ ചുമ. സത്യത്തിൽ ഇതൊരു വാക്കിംഗ് സ്പോട്ടാണ്. അതിനകത്ത് ഒരു ചെറിയ സ്പോട്ട് കണ്ടുപിടിച്ച് തന്നതാണ്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പോട്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് ഫാമിലിക്കാർ ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പുറത്തും കുറച്ചുകൂടി സ്പോട്ടുണ്ട്. പാർക്ക് പോലെ കണ്ട പരിപാടികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കേരളത്തിൽ തട്ടിപ്പിടിച്ചു. ഓൾമോസ്റ്റ് തീരാറായി. നമ്മളൊരു 80% മെയിൻ റോഡ് വഴി തന്നെ നടക്കുവാണെങ്കിൽ ഇത് 1 കിലോമീറ്റർ പോലും ഇല്ല, 700 മീറ്റർ എങ്ങാണ്ട കിടക്കുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് തീരാറായി. ഈ ഒരു ടേൺ കഴിഞ്ഞ് വെള്ളത്തുമ്പോഴത്തേക്കും വാക്കിംഗ് സ്പോട്ട് ഉണ്ടായി. നമ്മൾ ആ സൈഡിലായിട്ടാണ് നടന്ന് പോയത്. നടന്ന് അകത്തൂടെ, ആ കാടിനകത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഈ എൻ പോയിന്റിൽ വരാനൊക്കും. കുറേ അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. എന്നാലും നേരെ അങ്ങ് നടന്നു പോരുന്ന ഈ സൈഡിൽ വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നില്ലല്ലേ, നമ്മൾ ചൂടായിട്ട് തളർന്ന് പോയി. പ്രോപ്പർ സമ്മറായിരുന്നല്ലോ. ആ, ഹൈവേന്ന് പഗോഡ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി ആ ഹൈവേയുടെ ടേണിംഗ് പോയിൻ്റാണ്. നമ്മൾ മുമ്പേ ഏരിയയൊക്കെ അറിയാവുന്നവർക്കറിയാം, ഈ വഴിയാണ് ഹൈവേ ടേൺ ചെയ്ത് വരുന്നത്. അവിടെയാണ് പഗോഡ ഉള്ളത്. നമ്മൾ ബേലാപൂർ സൈഡിൽ നിന്നാണ് ഇവിടെ കയറി വന്നത്. അപ്പോൾ ഇവിടെ ജിം, എനിക്ക് വയ്യ. ഇവിടെ പേഴ്സണൽ ജിമ്മും ഫ്രീ ആയിട്ട്. അല്ല, അത് കണ്ടോ, ഇന്നോവേഷൻ, കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഡംബൽസ്. ഇരിപ്പുണ്ട്. അവിടെ ഉണ്ട്. ഓ, എനിക്ക് വയ്യ. ഇവിടെ നോക്കേ, മുട്ടറുണ്ട്. ഓ ഗായ്സ്, നല്ല വെയിറ്റ്. കാണുമ്പോൾ ചെറുതാന്ന് തോന്നുമെങ്കിലും കാണാൻ ഇച്ചിരി ഉള്ളെങ്കിലും വെയിറ്റ് ഉണ്ട് ആവശ്യത്തിന്. ഓക്കെ, ലവിങ് മെമ്മറി ഓഫ് ഉഷാറാണി അറോറ. ഇത് ഏതാണ്ടൊക്കെ ഫാമിലിക്കാർ ഡൊണേറ്റ് ചെയ്തത്. അവിടെയൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. ഓരോ സ്പോട്ടും ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്തത്. എല്ലാത്തിലും അവരവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട് ഓരോരോ പേരുകൾ. മതി, ബാക്കി നമുക്ക് റപ്പടിക്കാം. ഇത് ഒത്തിരി വൈഡാ. ഒത്തിരി ആക്ച്വലി സ്പ്ലിറ്റ് ആയി പോയി ഒത്തിരി. ഇവിടെ നമ്മുടെ ട്രക്ക് അവസാനിക്കുകയാണ്. ഇതേതോ ഗവൺമെൻറ് പ്രോപ്പർട്ടി പോലെ എന്തോ പരിപാടിയാണ്. കറക്റ്റ് നമുക്കറിയത്തില്ല. ഇതൊക്കെ കിട്ടിയതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഡേ വന്നു തുടങ്ങിയപ്പോൾ പണിഞ്ഞു തുടങ്ങിയതായിരുന്നു. പണിഞ്ഞ് തീർന്നു. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എന്തോ ബിൽഡിങ്ങാണ് ഇതൊക്കെ മാനേജ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ എന്തോ ബിൽഡിങ്ങാണ്. അതെന്തോ മാനേജ് ചെയ്യാനുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആൾക്കാരൊക്കെ വന്ന് നടന്നിട്ട് പോകുന്നു. ആക്ച്വലി ഇവിടെ പുലിയുണ്ട്. നമ്മൾ പുലിയുള്ള സ്ഥലത്തോട്ട് നിങ്ങളെ കൊണ്ടുപോവാണ്. ഇവിടെ അവർ പുലിനെ വളർത്തുന്നുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം പറയാനുണ്ടല്ലോ. ഓക്കെ, പുലി കൊണ്ടുപോകുന്ന അറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. അവിടെ ഈ ഏരിയയുടെ പേരാണ് പുനർവാസു ഫൗണ്ടേഷൻ. ഇവിടെ നിങ്ങൾക്ക് പുലിനെ കാണാൻ പറ്റും.
അവരകത്തെവിടെയോ വളർത്തുന്നുണ്ട്. നമ്മൾ റെസ്ട്രിക്റ്റഡ് അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഞാനിപ്പോ അവിടെ പോയിട്ടാണോ വന്നത്? ആണോ? എങ്കിൽ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. പുലിനെ കിട്ടുമോ നമുക്ക് നോക്കാം. ഇവിടെ പുലിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം പുലി ഉണ്ടോ എന്ന്. പുലി കുളിക്കുന്ന കുളമാണെന്ന് തോന്നുന്നത്. ഓക്കെ, പുലി ഇവിടെയാണ് കുളിക്കുന്നത്. കുഞ്ഞൊരു കിളിക്കൂട് കണ്ട മേളിൽ വെച്ചേക്കുന്ന. പുലിനെ കാണുന്നില്ല ഗൈസ്. അപ്പൂനെ പുലി കൊണ്ടുപോയോ? ഇല്ല. ഞാൻ വിചാരിച്ചു അപ്പൂൻ്റെ സൗണ്ട് കേൾക്കാഞ്ഞപ്പോൾ അപ്പൂനെ പുലി കൊണ്ടുപോയോ. നല്ല കിടിലം മഴ പെയ്യുന്നുണ്ട്. ഗ്രീൻ വാലി ഫൗണ്ടേഷൻ. ആക്ച്വലി ഇത് ബേർഡ്സിനെ വളർത്തുന്ന സ്ഥലമാണ്. ഇവിടെ പുലി ഇല്ല. കൊതുകേ ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് കിടന്നിട്ടായിരിക്കും ഇവിടെ ഇത്രയും കൊതുവല്ലേ? ഓ, ഇതിനപ്പുറത്താണെന്ന് തോന്നുന്നു പുലി. വാച്ച്മാൻ ഇരിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതുവഴി പോവാം. ഇതുവഴി അവിടെ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കയറുമല്ലോ. മരമെല്ലാം ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് ഇവിടെ. തെറ്റുന്നുണ്ടേ അപ്പുവേ? തെറ്റുവേ? ചേറിൻ്റെ ഒക്കെ കൊലം നോക്കേ. പരിപാടി കഴിഞ്ഞു. നമ്മൾ എല്ലാ മേജർ സ്പോട്ടുകളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പാൻ്റെടുത്തില്ല. നല്ല 1.5 മഴയായി. നമ്മൾ മഴയായോണ്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അയ്യോ, അപ്പോ ഓടി. നമുക്കിവിടെ Jay Ventures is famous now. We got 3 subscribers, macha. പ്രേതാലയത്തിലോട്ട് പോയാലോ? പ്രേതാലയത്തിൽ നിന്ന് പോയായിരുന്നു. പ്രേതാലയം പോലുള്ള വീട്ടില് അവിടെ പ്രേതാലയം കാണിച്ചിട്ടൊന്നും പോയില്ലെന്ന് തോന്നുന്നല്ലേ? ആ, ഈ വീട്ടിൽ അതല്ലേ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഹൊറർ വീട്. ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തന്ന വീട്. കൂട്ടുന്നുണ്ട്. ഇവര് മേറ്റ് ചെയ്തോണ്ടിരുന്നേന്ന് തോന്നുന്നു. അത് പേടിച്ചു പോയി. ഞാനത് പേടിച്ചു. അതിനകത്ത് പ്രേതം കയറി. അതിനെ പറഞ്ഞ് മനസ്സിലാക്കി. വാ വാ വാ. അത് പേടിച്ചു പോയല്ലോ. ഞാനും പേടിച്ചു. പ്രേതം പറഞ്ഞിട്ടല്ലേ പോയി. പ്രേതം എന്ന് പറഞ്ഞു നല്ല സൈലൻസിൽ പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോ ഒന്ന് നെഞ്ചൊന്ന്. അയ്യോ, ഇത് നല്ല കണ്ടന്റ് ഉള്ള. അവൻ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓ, ഷൂ നനഞ്ഞു. ഒരു സെക്കൻഡ്. അപ്പോൾ പിടിച്ച് വാട്ടർ പ്രൂഫ് ഷൂസ് നനഞ്ഞു പോയി. ഡിഫറെൻ്റ് ആംഗിൾ. നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, നമുക്ക് ഒരു 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പിള്ളേരാണ്. പിള്ളേർക്ക് ചാനലൊക്കെ പറഞ്ഞു കൊടുത്തു.
എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ലൈറ്റൊക്കെ കത്തുമായിരുന്നെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ നിന്നേനെ. പക്ഷെ ഷൂവിനകത്തൊക്കെ വെള്ളം കയറിയല്ലേ? മേളിൽ നിന്നുള്ള ഓടി മൊത്തം ഇതാക്കിയല്ലേ. മേളിൽ നിന്നുള്ള വെള്ളം കയറി. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അവരെല്ലാം അങ്ങ് അവിടം വരെ പോയിട്ട് വരത്തേ ഉള്ളൂ. ഓ, അവിടെ ഞാൻ പറഞ്ഞ തലാബ് നോക്കുന്നോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി കിടക്കുന്ന അവിടെ. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, അങ്ങോട്ട് പോവാം. ഇത് തന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ല, അവിടോട്ട് പോയാൽ കാണാം. അവിടെ ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നിന്നൊക്കെ ആയിരിക്കും ഇത്രയും കൊതു വരുന്നത്. ഇനി പോകണ്ട അവിടെ. പിന്നെ കൊതുകുണ്ട് ആ സൈഡിലായിട്ട്. നല്ല വഴിയുണ്ട്. ഒന്ന് ഓടിപ്പോയിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം തലാബുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ കാണാൻ പറ്റിയില്ല. തലാബ് കൂടാണ്. ആ ഓക്കെ. നല്ല മെയിൻറ്റെയിൻ ഒക്കെയായിരുന്നു. ഇവിടെ കുളിക്കാൻ നല്ലതായിരുന്നു അല്ലേ? ചെറിയ ഒരെണ്ണോ മെയിൻറ്റെയിൻ ഒന്നും അല്ലാത്തതുകൊണ്ടും. ലാസ്റ്റ് നമ്മൾ തിരിച്ചെത്താറായി. അവിടെ പിന്നെ നമ്മൾ 11 kV കാണാം. അതുള്ളത് കൊണ്ട് വെള്ളം അതിനകത്ത് ക്യാമറയിലില്ല. 11 kV ലൈൻ്റെ അടുത്തൂടെ പോകുന്നതുകൊണ്ട് ക്യാമറ തൽക്കാലം നമ്മൾ താത്തു വെക്കുകയാണ്. നല്ല മഴയുണ്ട്. പാമ്പിനെ ഒന്നും നമ്മളിതുവരെ കണ്ടില്ല. പാമ്പുണ്ട്. മഴയത്തെല്ലാം മാളത്തിലായിരിക്കും അല്ലേ? മൈന. അപ്പം നമ്മൾ ഈ റൂട്ടിലാണ് വന്നത്. ബേലാപ്പൂർ റോഡിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ തിരിച്ച് ഈ റൂട്ടിൽ പോയി കാണിക്കാം. ഈ റൂട്ടിൽ എവിടെ ചെല്ലുക എന്നുള്ളത് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിക്കാം. ബൈ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രണ്ട് സൈഡിലും മരം നിന്നിട്ട് ഈ കാറുകൾ മൊത്തം എടുത്ത് കളയണം. ഇതൊരു കിടിലം ഫോട്ടോഷൂട്ട് ചെയ്യാം ഈ റോഡ്. പാനിപ്പൂരി, എന്ത് പാനിപ്പൂരി വടാപ്പാവ് അതുപോലും കഴിക്കില്ല. ഇല്ല, പിന്നെ മഴയത്ത് പാനിപൂരി, മഴയത്ത് വടാപ്പാവ്, അത് സമോസപ്പാവ്. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. പട്ടിനെ നോക്കേ. ചേട്ടൻ ഇങ്ങനെ ഡയറ്റായിപ്പോ ഇതൊരു അടിയായിപ്പോ. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എങ്ങനെയാവും? ഒരു ചീറ്റ് ഡേ ഒക്കെ വെക്കുമല്ലോ. ഒരാഴ്ച ഒരു ചീറ്റ് ഡേ ഒക്കെ വെക്കാം. There are no cheat days in the life of a man. ഇത് നേരല്ലേ? ഇവിടെ നേരെ നമുക്ക് നിർത്താം. അവിടെ വെള്ളമാണെന്നുള്ള ഡൗട്ടേ ഉള്ളൂ. ഇതുവഴി ഇറങ്ങി എനിക്ക് ഇങ്ങനെ പോകാൻ തോന്നും. ബേലാപ്പൂർ ഗാർഡൻ സിറ്റിയിൽ പോകായിരുന്നു. ബേലാപ്പൂർ ഗാർഡൻ സിറ്റി പോലെയാണ്.